ഷാലേ സനീസരായി നിങ്ങളിപ്പോൾ കുറേ സമയം ഈ ഏതോ ഒരു യുവത ഇറക്കിയ പുസ്തകം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോഴാണ് ഞാനിപ്പോൾ അത് പിന്നെ കേൾക്കണേ. കാരണം യുവത ഇറക്കിയ പുസ്തകങ്ങളിൽ കെ മൗലവി അങ്ങനെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നേരത്തെ മുകളിലൊരു വോയിസിൽ പറഞ്ഞു ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ എല്ലാ ആശയം നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ, ഉമർ മൗലവി പറഞ്ഞേ നമുക്ക് വേണ്ടത് സ്വീകരിക്കുന്നു. ഇതേ മാനദണ്ഡം എന്തുകൊണ്ട് നിങ്ങൾ കെ മൗലവിയിൽ എടുക്കുന്നില്ല? ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ചും ഇബ്നു തൈമിയനെ കുറിച്ചും അതേപോലെ ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ചും മറ്റുള്ള പണ്ഡിതന്മാരെ കുറിച്ചും പറയുന്ന അതേ മാനദണ്ഡം എന്തുകൊണ്ട് നിങ്ങൾ കെ മൗലിനെ കുറിച്ച് എടുത്തുകൂടാ? കെ മൗലി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് എടുക്കണം. നമുക്ക് നമ്മളതിന് ബാധ്യസ്ഥരാണോ? എന്തിനാ ഞങ്ങൾ അതിലേക്ക് മടങ്ങുന്നത്? എന്താ നമുക്ക് 90 വർഷക്കാലമായിട്ട് മുജാഹിദ് പ്രസ്ഥാനം നിലനിർത്തിയ ഒരു പാരമ്പര്യം ഉണ്ടാവില്ലേ? ഇവിടെ മോൾ വഹാബ് ചോദിച്ച പോലെ ജിന്നിനെയും കുട്ടിച്ചാത്തന്മാരെയും അതേപോലത്തെ ഉള്ള ഈ ഗുളികനെയും ചാത്തനെയും ഇവരൊന്നും പേടിക്കാതെ നിർഭയത്വത്തോടു കൂടി നിങ്ങൾ പറയും എന്താണ് അമ്ന എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും. കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുട് മൂർഖൻ പാമ്പിനെ വരെ ഭയപ്പെട്ടിരുന്ന ആളുകൾ ഓരോ ഒടിയഞ്ച പായുന്നതും ചാത്തം പോകുന്നതും അങ്ങോട്ട് പിന്നെ ഈ കാക്ക കരയുന്നതും പൂച്ച നോക്കണതും ഒക്കെ പേടിച്ച് നടന്നിരുന്ന സമുദായത്തിൽ അതൊക്കെ ജിന്നാണ് ഒടിയനാണെന്ന് വിശ്വസിക്കുന്ന സമുദായത്തിലാണ് നമ്മളെ ആളുകൾക്ക് നിർഭയത്വം പഠിപ്പിച്ചത്. അള്ളാഹുമല മാനിഅലിമ അഴുത്തൊയ്ത്തവല മൊയ്ത്തലിമ മനാഴ്ത്ത ഓതി പഠിപ്പിച്ചത്. അള്ളാഹുവെ നീ തടഞ്ഞ് നൽകാൻ നീ നൽകി തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് പഠിപ്പിച്ചത്. അങ്ങനെയാണ് ആളുകളെ നിർഭയരാക്കിയത്. അതേപോലെ തന്നെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണമെന്ന് ഖദർ പഠിപ്പിച്ചു കൊടുത്താണ് നമ്മൾ ആളുകളെ നിർഭയരാക്കിയത്. നിങ്ങളൊരു ചാത്തിനെയും ഗുളികനെയും കൊടിയനെയും ഭയപ്പെടേണ്ടതില്ല, ഹസ്ബുൻ അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പഠിപ്പിച്ചു കൊടുത്താണ് നമ്മൾ ആളുകളെ നിർഭയത്തിലാക്കിയത്. അല്ലാതെ പേടിക്കണം, ജിന്ന് കൂടും ചെയ്ത്താൻ കൂടി രോഗം ഉണ്ടാക്കും, ജിന്ന് കൂടി രോഗം ഉണ്ടാക്കും എന്ന് പഠിപ്പിച്ചിട്ടല്ല മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിലെ മുസ്ലിം കൈരളിയെ ഇങ്ങനെ നിർഭയത്വത്തിലേക്ക് കൊണ്ടുവന്നത്. എന്തിനാണ് ഇങ്ങനെ ഈ പിന്നെ വീണ്ടും പിന്നെ ഈമാൻ കിട്ടിയ ശേഷം പിന്നെയും ആളുകളെ ഫസാദിലേക്ക് കൊണ്ടുപോകുന്നത്? എന്തിനാണ് വാദിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ വാദിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ നിങ്ങളോട് കുറേ പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ജിന്നിന്റെ സാന്നിധ്യം അറിയാം? നിങ്ങളെ ഇന്ദ്രിയ ശക്തികൾക്ക് ജിന്നിന്റെ സാന്നിധ്യം അറിയാനുള്ള കഴിവ് പഠിച്ചോ തന്നിട്ടുണ്ടോ? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ജിന്നിന്റെ സാന്നിധ്യം പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ജിന്ന് കയറിയിട്ടുണ്ടെന്ന് അറിയാം? അറിയാത്തൊരു സംഗതിയെ കുറിച്ച് ഒന്നുകിൽ മൗനം പാലിക്കാം, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയലേ മനുഷ്യൻ വേണ്ടത്. നമുക്കറിയില്ല ജിന്ന്. എന്നാൽ റസൂല് പറഞ്ഞു രക്തം സഞ്ചരിക്കുന്നിടത്ത് പിശാചിന് സഞ്ചരിക്കാൻ പറ്റും. ഉസ്മാൻ ഡോക്ടർ പറഞ്ഞു മനുഷ്യനുണ്ടാക്കിയത് മണ്ണിൽ നിന്ന് മെറ്റീരിയൽ കൊണ്ടാണ്, ജിന്നിനെയും മലക്കുകൾ ഉണ്ടായിട്ടുള്ളത് ഊർജത്തിൽ നിന്നാണ്. അപ്പൊ ഊർജ മെറ്റീരിയലിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട്. അത് എങ്ങനെ നമുക്കറിയില്ല, നമുക്ക് അതിന്റെ സാന്നിധ്യം അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഒരു രോഗവും ഇത് പിശാച് ഉണ്ടാക്കിയതാണ്, ഇത് ജിന്നുണ്ടാക്കിയതെന്ന് വിശ്വസിക്കാൻ പറ്റൂല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെയാണ് അൻസാറിനെ കൊണ്ട് ജിന്നും പിശാചും കയറി മനുഷ്യന്റെ ശരീരത്തിൽ കയറി രോഗം ഉണ്ടാക്കും എന്ന് പത്ത് കൊടുക്കണം? രോഗം ഉണ്ടാക്കാൻ കഴിയില്ല എന്നായിട്ട് നമ്മൾ പത്ത് കൊടുത്തിരുന്നത്. അള്ളാഹുവാണ് രോഗം നൽകുന്നവൻ, അള്ളാഹുവാണ് ശിഫയാക്കുന്നവൻ. നിങ്ങളൊരു ജൈത്താനും പേടിക്കേണ്ട, ഒരു പിശാചിനും നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കാൻ കഴിയില്ല എന്നായിരുന്നു മുജാഹിദ് ഒരു പത്ത് കൊടുത്തിരുന്നത്. ഇപ്പൊ എങ്ങനെ തിരിച്ച് പത്ത് കൊടുക്കാൻ പറയുന്നത്? എന്തിനാ നിങ്ങൾ എന്താ കെ ജെ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും സാധന? ഇമാം ഷാഫിയെ പോലെ മഹാന്മാരായ ആരെങ്കിലും നമ്മളെ കെ ജെയിലുണ്ടോ? ഇമാം അബു ഹനീഫ പോലെ മഹാനായ ഏതെങ്കിലും പണ്ഡിതൻ നമ്മളെ കെ ജെയിലുണ്ടോ? ഇമാം മാലിക്കിനെ പോലെ മഹാന്മാരായ ഏതെങ്കിലും പണ്ഡിതന്മാർ നമ്മളെ കെ ജെയിലുണ്ടോ? ഇബ്നു തൈമിയെ പോലെ മഹാന്മാരായ പണ്ഡിതന്മാർ ആരെങ്കിലും നമ്മളെ കെ ജെയിലുണ്ടോ? നമ്മളെ കെ ജെ എന്ന് പറഞ്ഞാൽ എൻ ഡി സനീറിനെ പോലെ 5 കൊല്ലം അഫ്സലമക്ക് പഠിച്ച ആൾക്കാരല്ലേ? നിങ്ങൾ പറഞ്ഞാണി ഇപ്പോൾ ഉള്ള കെ ജെയിലുള്ള അഫ്സലമന്റെ അപ്പുറത്ത് വിദ്യാഭ്യാസ യോഗ്യതയിൽ ഒരാളെ പറഞ്ഞാണി നമ്മളെന്താ കെ ജെ ഇങ്ങനെ വലുതാക്കണത്? തിരക്കടില്ല, പുറത്തൊക്കെ പോയിട്ട് പോലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മക്കത്തോ മദീനത്തൊക്കെ ഷേഖന്മാരുടെ അടുത്ത് പഠിച്ച ആൾക്കാരെ കണ്ടേ വളരെ അപൂർവല്ലേ? അവരെന്നെ കെ ജെയിലുണ്ട് എനിക്കറിയില്ല. നിങ്ങൾ ഈ പറയുന്ന കെ ജെ ഇന്ത്യ നിങ്ങൾ അൻസാറിനൊക്കെ മാരിക്കത്ത് അഫ്സലമക്കാരല്ലേ? അവരെ നിങ്ങൾ വലിയ സംഭവമായിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് എന്താ കെ എൻ എമ്മിൽ വരാതെ നിങ്ങളെ പോലെ സദീർ സലാഹിനെ പോലെ കെ എൻ എമ്മിന്റെ പുറത്ത് നേടി ഈ പരിപാടിയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടി അങ്ക് നടത്തിക്കൂടെ? ഞങ്ങളോട് ചോദിക്കുന്നത് അങ്ങനെ കെ എൻ എമ്മിലുള്ള ഒരു പണ്ഡിതനെ കൊണ്ട് തിരുത്തിപ്പിക്കാൻ നിങ്ങൾ നിശ്ചയിച്ച, നിങ്ങൾ പറഞ്ഞയച്ച ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ മുജാഹിദുകൾ 2 ഗ്രൂപ്പാവും, ജിന്നും പിശാവും ചർച്ച ചെയ്യും. അങ്ങനെ മുജാഹിദുകൾക്കിടയിൽ പഴയ പോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷം ഉണ്ടാവും എന്നൊക്കെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഒരു പണ്ഡിതനെ കൊണ്ട് അൻസാർ സലാഹിനെ കൊണ്ട് തിരുത്തിപ്പിച്ച ആ ബുദ്ധി ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരാണ് ഇപ്പൊ വാട്സപ്പിൽ നോട്ടുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച ചെയ്യുന്നത്? ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയാത്തൊരു കേനമേറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ഈ കളികളൊന്നും അറിയാതെ നമ്മൾ സംസാരിക്കുന്നോ? അതുകൊണ്ട് നിങ്ങൾ തെളിവ് കൊണ്ടിരുന്നത് അൻസാറിനെ കൊണ്ട് നിങ്ങൾ തിരുത്തിച്ചല്ലോ. അൻസാർ നന്മനെ കൊണ്ട് നിങ്ങളെ ഗ്രൂപ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു പണ്ഡിതനെ കൊണ്ട് വിളിപ്പിച്ചാണ് നിങ്ങൾ തിരുത്തിച്ചല്ലോ. ജിന്നും പിശാചും ശരീരത്തിൽ കയറിയിട്ടാണ് രോഗം ഉണ്ടാക്കുന്നതില്ല. അതിന് തെളിവാ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ ഈ കൊണ്ടുവന്ന പുസ്തകത്തിൽ അതിനെതിരാണ് തെളിവ്. സനീസലായി നിങ്ങള് പിന്നെ പണ്ട് നമുക്കുണ്ടായിരുന്ന സ്കൂളിൽ പാഠം പിന്നെ പഞ്ചുമേനോൻ കല്യാണിക്കുട്ടിനെ കെട്ടാൻ പോയിട്ട്, ഇന്ദുലേഖനെ കെട്ടാൻ പോയിട്ട് കല്യാണിക്കുട്ടിനെ കല്യാണം കഴിച്ച കഥ.
അതേപോലെ ഇപ്പൊ നിങ്ങൾ പറയും, നിങ്ങളിപ്പോ തെളിവ് എടുക്കാൻ പോയത് ഖുർആാനും സുന്നത്തും തെളിവായിട്ട് ജിന്നും പിശാചും കയറിയിട്ടാണ് മനുഷ്യർക്ക് രോഗം ഉണ്ടാവുന്നത് എന്ന വാദത്തിന് തെളിവ് ഉദ്ധരിക്കാൻ പോയിട്ട് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന പുസ്തകത്തിൽ അങ്ങനെ പിശാചും ജിന്നും മരണപ്പെട്ടവരൊക്കെയാണ് രോഗമുണ്ടാക്കുന്നത് എന്ന വിശ്വാസം കടുത്ത ശിർക്കാണെന്നാണ് ആ പുസ്തകം കിട്ടിയത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു അതല്ല അതിന് മുന്നത്തെ ഒരു പേജിലുണ്ട്. എന്നിട്ട് മുന്നത്തെ പേജിൽ നിങ്ങൾ വേറെ കുറെ വായിച്ചു. പിന്നെ നിങ്ങൾ നേരെ ചാടിയത് സി എം ഒന്റെ പുസ്തകത്തിനും യുവതന്റെ പുസ്തകവും സി എം ഒന്റെ പുസ്തകവും സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ കേനമിൽ വരണോ? എന്നാ പിന്നെ നമുക്ക് മർക്കസവി തന്നെ നിന്നാ പോരെ? നിങ്ങൾ എന്ത് വാദം ഈ പറയുന്നത്? നിങ്ങൾ കെ എൻ എമ്മിന്റെ ഗ്രൂപ്പിൽ വന്നിട്ട് കെ എൻ എമ്മിനെ കഴിഞ്ഞ 5 വർഷക്കാലം കെ എൻ എമ്മിനെ നന്നാക്കാൻ വേണ്ടി ബുറൈദിയിൽ ഒന്ന് ലേഖനങ്ങൾ ഇങ്ങനെ എഴുതി നിങ്ങൾ T20 ടീമിന്റെ ഒരു പരിപാടി നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഇപ്പൊ നിങ്ങൾ രണ്ടാമതും ജിന്നും ചെയ്താനും കൊടുന്നുകൊണ്ട് ഈ നല്ല രൂപത്തിൽ നടക്കുന്ന പ്രസ്ഥാനത്തെ എരപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്ലാന്. എന്നിട്ട് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ എങ്ങനെ വസ്വാസം ഉണ്ടാക്കണം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശം തരാൻ ആളുകളുണ്ട്. നിങ്ങൾക്ക് ഒരു ഭാഗത്ത് എഴുതാൻ CT ബഷീറും മുൻതിർ എന്ന പേരിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേറൊരു ഭാഗത്ത് നിങ്ങളെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് വലിയ മുതിർങ്ങൾക്ക് പോയിന്റുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ട്. നിങ്ങളോട് ചോദിച്ചതാണ്, ജിന്നും പിശാചും ദേഹത്ത് കയറിയിട്ടാണ് മനുഷ്യർ രോഗം ഉണ്ടാവുന്ന പുതിയ വാദം 2024 ഡിസംബറിൽ കൊണ്ടുവന്ന വാദം അങ്ങനെ ആളുകളോട് പറഞ്ഞ് തെറ്റാണ്, ജിന്നും പിശാചും കയറിയിട്ടല്ല രോഗം ഉണ്ടാവുക എന്ന് അൻസാർ നന്മണ്ട പറഞ്ഞ് തെറ്റാണെന്ന് തിരുത്തിപ്പിച്ച വാദം. ആ വാദത്തിന് തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾ പോയിട്ടുള്ളത്. എവിടെയാണ് തെളിവ് നിങ്ങളോട് ചോദിക്കുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന പുസ്തകത്തിൽ നിങ്ങൾക്കെതിരെ തെളിവ്. അപ്പൊ നിങ്ങൾ അതിന് മുന്നത്തെ പാരഗ്രാഫിലുണ്ട് മുന്നത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് കഴിയാത്തത് പിന്നെ എന്തിനാ നേരെ നിങ്ങൾ യുവതന്റെ പുസ്തകങ്ങളിലേക്ക് പോകുന്നത്? യുവതന്റെ പുസ്തകത്തിലുള്ള തെളിവുകളുടെ നിങ്ങൾ മർക്കസ് ദേവിന്ന് കേനമിലേക്ക് വന്ന ഞങ്ങൾ എതിരിടുന്നത്. എന്നാ പിന്നെ ഞങ്ങൾ കേനമിലേക്ക് വന്നത്? നിങ്ങളെ പോലെ ഒന്നുകിൽ പുറത്തന്നെ ഇരുന്നൂടെ? T20 ടീമായിട്ട് വേറെ പുറത്തിരുന്നാണ് ഈ പരിപാടിയൊക്കെ അംഗം ചെയ്തൂടെ? ഞങ്ങൾക്ക് എന്താ കേനമിൽ വരാതെ നിങ്ങളെ പോലെ സനീർ സൊലൈനെ പോലെ കേനമിന്റെ പുറത്ത് നേടി ഈ പരിപാടിയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടി അംഗം നടത്തിക്കൂടെ? ഞങ്ങളോട് ചോദിക്കുന്നത് അങ്ങനെ കേനമിലുള്ള ഒരു പണ്ഡിതനെ കൊണ്ട് തിരുത്തിപ്പിക്കാൻ നിങ്ങൾ നിശ്ചയിച്ച, നിങ്ങൾ പറഞ്ഞയച്ച ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ മുജാഹിദുകൾ 2 ഗ്രൂപ്പാവും, ജിന്നും പിശാവും ചർച്ച ചെയ്യും. അങ്ങനെ മുജാഹിദുകൾക്കിടയിൽ പഴയ പോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷം ഉണ്ടാവും എന്നൊക്കെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഒരു പണ്ഡിതനെ കൊണ്ട് അൻസാർ സലൈനെ കൊണ്ട് തിരുത്തിപ്പിച്ച ആ ബുദ്ധി ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരാണ് ഇപ്പൊ വാട്സപ്പിൽ നോട്ടുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച ചെയ്യുന്നത്? ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയാത്തൊരു കേനമേരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ഈ കളികളൊന്നും അറിയാതെ നമ്മൾ സംസാരിക്കുന്നോ? അതുകൊണ്ട് നിങ്ങൾ തെളിവ് കൊണ്ടിരുന്നത് അൻസാറിനെ കൊണ്ട് നിങ്ങൾ തിരുത്തിച്ചല്ലോ. അൻസാർ നന്മനെ കൊണ്ട് നിങ്ങളെ ഗ്രൂപ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു പണ്ഡിതനെ കൊണ്ട് വിളിപ്പിച്ചാണ് നിങ്ങൾ തിരുത്തിച്ചല്ലോ. ജിന്നും പിശാചും ശരീരത്തിൽ കയറിയിട്ടാണ് രോഗം ഉണ്ടാക്കുന്നതില്ല. അതിന് തെളിവാ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ ഈ കൊണ്ടുവന്ന പുസ്തകത്തിൽ അതിനെതിരാണ് തെളിവ്.